വലിയ തിരക്ക് കണക്കിലെടുത്ത ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം 20,000-ആയി പരിമിതപ്പെടുത്താനാണ് തീരുമാനം. കൂടുതൽ ആളുകൾ എത്തിയാൽ അടുത്ത ദിവസം സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് സൗകര്യമൊരുക്കും. സന്നിധാനത്ത് തിരക്ക് ഒരുവിധം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടെ NDRFന്റെ ആദ്യ സംഘം ശബരിമലയിൽ എത്തി. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, സ്വാമി ശരണം. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അഭൂതപൂർവമായ ഒരു തിരക്കൊക്കെ ഉണ്ടായി. വലിയ രീതിയിൽ ഈ ഭക്തരൊക്കെ നിന്നെടുത്തുന്ന ശരിക്കും അങ്ങനെ ഒരു കാഴ്ച ഒരുപക്ഷെ ആ തിരക്കിനിടയിൽ ആദ്യമായിട്ടായിരിക്കും കാണുക. ബാരിക്കേഡുകൾ മറികടന്ന് ചാടി തളർന്ന് നിലത്തിരുന്ന് വെള്ളത്തിനായൊക്കെ അപേക്ഷിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതെല്ലാം മാറി വൈകിട്ടായപ്പോഴേക്കും ഏതാണ്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാലത്തിലൂടെയൊക്കെ ആ തിരക്ക് കുറവാണ്, ആളുകൾ നടന്ന് നീങ്ങുന്നതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ നടപടികൾ, നിയന്ത്രണങ്ങൾ ഇന്നിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ? സ്വപ്ന, ശബരിമലയിൽ ഇന്നലത്തേൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എല്ലാം സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ്. ശബരിമല സന്നിധാനത്ത് വലിയൊരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. നിലവിൽ അയ്യപ്പ ഭക്തർ സുഗമമായി ശബരിമലയിൽ തൊഴുതു പോകാനുള്ളൊരു അവസരം ഇന്നുണ്ട്. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് കൂടുതലായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും അയ്യപ്പ ഭക്തരെ തുടർച്ചയായി ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിവരെ ദർശനത്തിന് സൗകര്യമൊരുക്കുകയും തുടർന്ന് ഹരിവരാസനം അടക്കം 11:15 ആരംഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ കൂടുതൽ കഴിവതും അയ്യപ്പ ഭക്തരെ ദർശനം നടത്തി വിടുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്നലെ ശബരിമലയിൽ ഒരുങ്ങി. അതോടുകൂടി വലിയൊരു തിരക്ക് നിയന്ത്രണ വിധേയമായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. ഇന്നലെ 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിലവിൽ വെർച്വൽ ക്യൂ വഴി 70,000 പേരും 20,000 സ്പോട്ട് ബുക്കിങ്ങും, അത് കൃത്യമായി ആ എണ്ണം ഇനി മുതൽ കൃത്യമായി പാലിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ശബരിമലയിലേക്ക് മാക്സിമം 1 ലക്ഷം ആളുകളെ മാത്രം ക്രമീകരിച്ചുകൊണ്ട് എത്തിച്ച് തൊഴുതു വിടുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഉള്ളത് എന്നതാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത്രമാത്രം ആളുകളെ മാത്രം ശബരിമലയിലേക്ക് ദർശനത്തിന് ഒരു ദിവസം എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക്, എന്ന ഒരു നീക്കത്തിലേക്കാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും നീങ്ങുന്നത്. ശക്തമായ അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിലും നിലയ്ക്കലും അതിനുശേഷം പമ്പയിലും തുടർന്ന് ശബരിപീഠത്തിലും പിന്നെ മരക്കൂട്ടത്തിലും എന്നീ ഭാഗങ്ങളിൽ നിയന്ത്രിച്ചാണ് അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്, സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അവിടെയെല്ലാം വലിയൊരു ക്യൂ തന്നെ ഉണ്ട്, വലിയൊരു തിരക്ക് തന്നെ അവിടെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തിരക്ക് കുറച്ച് സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്തി വളരെ വേഗത്തിൽ അവർ തിരികെ പമ്പയിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം അനൗൺസ്മെൻ്റായി തന്നെ പലപ്പോഴായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ അയ്യപ്പ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്, അവർക്ക് ദർശന സൗകര്യം ഒരുക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അടിക്കടി അനൗൺസ്മെൻറ്റിലൂടെ തന്നെ അയ്യപ്പ ഭക്തരോട് വിവിധ ഭാഷകളിലായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശബരിമലയിൽ ഇപ്പോൾ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അയ്യപ്പ ഭക്തർക്ക് സുഗമമായി തൊഴാൻ കഴിയുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യൂ കോംപ്ലക്സുകളിലൊക്കെയും തന്നെ നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എരുമേലിയിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തേക്കുള്ള വഴികളിൽ ശബരിപീഠത്തിലെ ക്യൂ കോംപ്ലക്സുകൾ കൃത്യമായി ഉപയോഗിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. നേരത്തെ ആളുകൾക്കിടയിലേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ കഴിയാത്തതും ഏറെ ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നു. കാരണം നിരവധി അയ്യപ്പ ഭക്തർ അവർ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇന്ന് അവയ്ക്കൊക്കെ ഒരു മാറ്റമുണ്ട് എങ്കിൽ തന്നെയും ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടരുന്നത് തിരക്ക് ശബരിമലയിൽ നിയന്ത്രണ വിധേയമാകുന്നതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വലിയ ക്യൂ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. പമ്പയിൽ നിന്നടക്കം അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. ത്രിവേണി വരെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നീളു നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തുതന്നെയായാലും ഇന്നലെയും 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ ദർശനത്തിനെത്തി. ഇന്ന് കൃത്യമായി ഇനി മുതൽ എല്ലാ ദിവസവും ഏകദേശം ഡിസംബർ 10-ാം തീയതി വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. 20,000-ഓളം സ്പോട്ട് ബുക്കിംഗ് അടക്കം കഴിഞ്ഞു എന്ന വിവരം
വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിനായി കൂടുതൽ പേരെ എത്തുകയാണെങ്കിൽ അവർക്ക് അടുത്ത ദിവസം സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. NDRFിൻ്റെ ഒരു സംഘം ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സേനയുടെ ഒരു കുറവ് ശബരിമലയിൽ ഉണ്ട് എന്ന്, അതുകൊണ്ട് തന്നെ അവർ കൂടുതലായി എത്തണമെന്ന ആവശ്യവും ഉയർത്തിയിരുന്നു. എന്നാൽ ഇവിടെ നിന്നും കേന്ദ്ര സർക്കാരിന് അറിയിപ്പ് നൽകിയെങ്കിലും അവിടെ നിന്നും അവർക്ക് NDRFിന് അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് അവർ ഇങ്ങോട്ടേക്ക് എത്താതിരുന്നത്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള സംഘമാണ് ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ അവർ ഇവിടെ തിരക്ക് നിയന്ത്രിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘം NDRFിൻ്റെ ഒരു ടീം കൂടി അടുത്ത് വൈകുന്നേരത്തോടു കൂടി ശബരിമലയിലേക്ക് എത്തും. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പോലീസിൻ്റെ അടക്കമുള്ള സേവനം ശബരിമലയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അവർ കൂടി എത്തുന്നതോടുകൂടി തിരക്ക് കൂടുതൽ നിയന്ത്രണ വിധേയമായി കൃത്യമായി മുമ്പുണ്ടായിരുന്നത് പോലെ ശബരിമലയിൽ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. നല്ല തിരക്ക് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ. ഇപ്പോൾ 2 ദിവസമായി നട തുറന്നിട്ട് നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. കേന്ദ്രസേനയുടെ ഒരു സേവനം ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ തന്നെ. പക്ഷേ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഏതാണ്ട് 3500-ലേറെ പോലീസുകാരെയാണ് ശബരിമലയിൽ. സാധാരണ ഈ മണ്ഡല മകരവിളക്ക് ആ ദിവസങ്ങളോട് അടുക്കുമ്പോഴാണ് അത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു 2000, 2500, 1500, ആ സ്കെയിലാണ് പോലീസിനെ വിന്യസിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ 3500 പോലീസുകാരെ തുടക്കത്തിൽ തന്നെ വിന്യസിച്ചിരുന്നു. പക്ഷേ അതൊന്നും ആ തിരക്ക് നിയന്ത്രിക്കാനായില്ല. ഒരുപക്ഷെ നിലയ്ക്കൽ നിന്നടക്കം പമ്പയിലേക്ക് കടത്തിവിടുന്ന തീർത്ഥാടകരെ കടത്തിവിടുന്നതിലുള്ള അവിടെ ഒരു നിയന്ത്രണമില്ലായ്മയാണ് ഒരു പക്ഷേ ഇന്നലെ അത്രയും വലിയൊരു തിരക്കിനും ഒക്കെ കാരണമായത്, ആ കാഴ്ചകളിലേക്കും ഒക്കെ കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. സ്പോട്ട് ബുക്കിംഗ്സിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെയാണ് തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.